ഓം ശാന്തി. മരണത്തിന് ശേഷമുള്ളതായിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച്, പുനർജന്മത്തെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി ഒരുപാട് നാളുകളായിട്ട് പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് അതിനൊരു ഉത്തരം തരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പുനർജന്മം എന്നതായിട്ടുള്ളത് ഒരു പരമമായ സത്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുനർജന്മം വേണോ വേണ്ടേ, എനിക്കുണ്ടോ ഇല്ലേ, ഈ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്വതന്ത്രമായിരിക്കുന്ന കാഴ്ചപ്പാടിന് വിട്ടുതരികയാണ്. ഇത് തെറ്റാണ് സിസ്റ്റർ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ മതത്തിൽ അങ്ങനെ പറയുന്നില്ല, അവർ പറയുന്നില്ല, ഇവർ പറയുന്നില്ല, സയൻസ് പറയുന്നില്ല, യുവർ ചോയ്സ്. ഞാനതിനെക്കുറിച്ച് തർക്കിക്കാനോ വാദിക്കാനോ ആളല്ല. എൻ്റെ അനുഭവം, എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ മനസ്സിലാക്കിയ സത്യത്തിൻ്റെ ആധാരത്തിൽ പുനർജന്മമുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ്, ഇതിനെക്കുറിച്ച് ഒരുപാട് ബുക്കുകൾ, നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്നൊരു ബുക്ക് തന്നെയുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കിയാൽ അറിയാം. ഹിപ്നോട്ടിസത്തിലൂടെ മനുഷ്യൻ്റെ മനസ്സുകളിലെ ആഴങ്ങളിലേക്ക് പോവുകയും അവരുടെ മുജ്ജന്മങ്ങളിലേക്ക് യാത്ര ചെയ്യിച്ചു കൊണ്ടുപോകുന്നതായിരിക്കുന്ന ബുക്ക്. കുറേ ബുക്കുകളുണ്ട്, ഇത് മാത്രമല്ല ഒരുപാട് ബുക്സ് ഉണ്ട്. സയൻറ്റിഫിക്കലി മനുഷ്യൻ ഇതിനെക്കുറിച്ച് ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്യുകയും അവരുടെ മുജ്ജന്മത്തിലെ സ്മൃതികളിലുള്ളതായിരിക്കുന്ന എന്തെങ്കിലും മോശമായിരിക്കുന്ന മെമ്മറീസ് ഉണ്ടെങ്കിൽ അതുവരെ യാത്ര ചെയ്ത് ആ കാര്യത്തെ ആ ജന്മത്തിൽ, ഇപ്പോൾ ഈ ജന്മത്തിലും നമുക്കറിയാലോ, ആരോടെങ്കിലും ഒട്ടും പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ വിങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രോങ് ഫയലായിട്ട് അത് സേവ് ചെയ്യും. അത് ഈ ജന്മത്തിൽ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ ആ ഊർജം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു പുതിയ സംസ്കാരത്തിൻ്റെ രൂപത്തിൽ, ഒരു നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ ഒരു പെരുമാറ്റത്തിൻ്റെ ക്യാരക്ടർ ഡിഫക്റ്റിൻ്റെ രൂപത്തിൽ, സ്വഭാവ വൈകൃതത്തിൻ്റെ രൂപത്തിൽ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് പുറത്തു വരാറുണ്ട്. ചിലർക്ക് എത്ര കഴുകിയാലും വൃത്തിയാവാത്ത രീതിയിലുള്ളതായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും, ചിലർക്ക് സംശയരോഗമായിരിക്കും, ചിലർക്ക് ആഹാരത്തിനുള്ളതായിരിക്കുന്ന, കഴിക്കുമ്പോൾ എന്ത് ആഹാരം കിട്ടിയാലും മണത്തിട്ട് കഴിക്കൂ, ഇങ്ങനെ പല സ്വഭാവ വൈകൃതങ്ങളും പലരും നമ്മൾ കാണാറുണ്ട്. ഇത് മാത്രമല്ല, അതിൻ്റെ ലിസ്റ്റ് പോയാൽ നിരവധിയാണ്. ചില ആളുകളോട് വെറുപ്പ് തോന്നൽ, വിദ്വേഷം തോന്നൽ, എല്ലാ പുരുഷന്മാരോട് ദേഷ്യമുള്ളവർ, സ്ത്രീകളോട് ദേഷ്യമുള്ളവർ, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പേടിക്കുന്നവർ, ഇങ്ങനെ അൺലിമിറ്റഡ് സ്വഭാവ വൈകൃതങ്ങളുടെ ലിസ്റ്റ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെയൊക്കെ തന്നെ ഉറവിടം തേടിക്കൊണ്ട് കുറേ ശാസ്ത്രജ്ഞന്മാർ ഹിപ്നോട്ടിസത്തിലൂടെ അവരുടെ മുജ്ജന്മത്തിലേക്ക് യാത്ര ചെയ്ത് കൊണ്ടുപോകാനുള്ള എക്സ്പെർട്ടായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന അമേരിക്കയിലെ ഒരു ഡോക്ടർ രമൺ മോഡിയുടെ കൂടെയുള്ളതായിരിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. കാരണം അവരൊരു പല ഭാഷകളിലായിരിക്കും, മീൻസ് ഈ ജന്മത്തിൽ അവർ ഇംഗ്ലീഷുകാരനാണ്, അമേരിക്കയിലാണെങ്കിലും അവരുടെ മുജ്ജന്മത്തിൽ പോകുമ്പോൾ ഒരു ഗുജറാത്തി ആണെങ്കിൽ ആ സമയം ചിലപ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷ ഗുജറാത്തിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഡോക്ടറുടെ സ്ഥലത്ത് ഇങ്ങനെ വെറൈറ്റി ആയിരിക്കുന്ന ഭാഷകളെ മനസ്സിലാക്കാൻ കഴിവുള്ള, ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കുന്ന എക്സ്പേർട്സ് ഉണ്ട്. അതിൽ ഗുജറാത്തിലുള്ളതായിരിക്കുന്ന, ഗുജറാത്തി ഭാഷയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു ഡോക്ടർ, അവർ നമ്മുടെ ബ്രഹ്മകുമാരീസിലെ ഒരു സിസ്റ്റർ കൂടിയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പങ്കുവെക്കുന്നതായിരിക്കുന്ന അനുഭവം, ഇത് നമ്മുടെ ബ്രഹ്മകുമാരീസിലെ ഉഷാ ദീദി എന്ന് പറയും, ഞങ്ങളുടെ സീനിയർ ടീച്ചറാണ്. ഹിന്ദി അറിയുന്നവർക്ക് യൂട്യൂബിൽ കയറിയാൽ നേരിട്ട് ദീദിയുടെ ക്ലാസ് കേൾക്കാൻ സാധിക്കും. ആ ദീദിയുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതും അനവധി ജന്മങ്ങൾ നിരവധി ഗുരുക്കന്മാർ എന്നുള്ള ബുക്ക് ഞാൻ വായിച്ച് അനുഭവിച്ചതിൻ്റെ ആധാരത്തിലൊക്കെ ആയിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൺക്ലൂഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ വന്ന ഒരുപാട് ആളുകൾ ഈ ഹിപ്നോട്ടിസത്തിലൂടെ ഒരു ജന്മത്തിൽ നിന്ന് ഒരു ജന്മത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് അടുത്ത ഒരു ജന്മത്തിലേക്ക് പോകുമ്പോഴതായിട്ടുള്ള ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ അവരുടെ അവസാനം അവർ കാണുന്നതൊക്കെ തന്നെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലൈറ്റാണ്. ആ ലൈറ്റ് എന്ന് വെച്ചാൽ അവർക്കത് ശരിക്കും ഫീൽ ചെയ്യും, അത് ഈശ്വരനാണ്, ഞാൻ ഈശ്വരനെ കാണുകയാണെന്ന്. ഇത് അനുഭവം പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു ലൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. എന്നാൽ ആ ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതായിരിക്കുന്ന ഒരു സുഖം, ആ സ്നേഹം, അവർ പറയുന്നു നമുക്ക് വർണ്ണിക്കാനാവാത്ത അൺലിമിറ്റഡ് ആയിരിക്കുന്ന സ്നേഹം, സ്നേഹത്തിൻ്റെ സാഗരത്തിലൊഴുകുന്ന, ചിലർ പറഞ്ഞ് നദിയിലൂടെ ഒഴുകി 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 ആ ഒരു പ്രകാശത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു ഫീല്, ചിലർക്ക് ആ ലൈറ്റ് ഇങ്ങനെ വന്ന് വെയ്റ്റ്ലെസ് ആവുന്ന ഫീല്. എനിവേ ആ ലൈറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അതായിരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പെർഫെക്റ്റ് ആയിരിക്കുന്ന രീതിയിൽ ആ നമ്മുടെ മുഴുവൻ മുജ്ജന്മത്തിലെ ആക്ടിവിറ്റീസും ക്ലിയർ ആയിട്ട് ഒരു സിനിമ കാണും പോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദൃശ്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അത്രേ. അങ്ങനെ ക്ലിയറായിട്ട് നമ്മൾ കണ്ടു കഴിയുമ്പോൾ
എൻ്റെ തന്നെ അതൊന്നൊരു ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിക്കൊണ്ട് ആ ഈശ്വരൻ്റെ സ്നേഹം ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസിൻ്റെ ആഴത്തിൽ ഒരു ആത്മാവിൻ്റെ ഉള്ളിൽ പൂർണ്ണ ശുദ്ധിയുടെ ഒരു പെർഫെക്റ്റ് സ്റ്റേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് തോന്നും പോലും ഇത്രയ്ക്കൊക്കെ മോശമായിട്ട് ഞാൻ പെരുമാറിയോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തോ എന്നൊക്കെ സ്വയം നമ്മളുള്ളത് തന്നെ പറയും. അവിടെ സ്വയം ആരാണോ ഈ കാഴ്ചകൾ കാണുന്ന ആൾ എന്നുവെച്ചാൽ അർത്ഥം ഞാൻ എൻ്റെ ജന്മത്തിനെയാണ് കാണുന്നതെങ്കിൽ ആ നിമിഷത്തിൽ ഞാൻ തന്നെ തീരുമാനിക്കും പോലും ഇത്രയ്ക്കൊക്കെ സ്നേഹനിധിയായ അച്ഛൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ പണിഷ്മെൻ്റ് അനുഭവിക്കണം, ഇന്ന സ്ഥലത്ത് ഞാൻ പോകണം, ഈ രീതിയിൽ ഞാൻ ജനിക്കണം, ഈ രീതിയിൽ എൻ്റെ കർമ്മം എത്ര വർഷം ഞാൻ ജീവിക്കണം, എത്ര സമയം കഴിഞ്ഞ ശേഷം എൻ്റെ ദേഹം ഉപേക്ഷിച്ച് എനിക്ക് പോരണം, അതിനാര് നിമിത്തമാകണം, ആരൊക്കെ എന്നോട് എങ്ങനെയൊക്കെ പെരുമാറണം, ഇതൊക്കെ ആ ഒരു സമയത്തുള്ള മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തകളിൽ നിന്ന് പൂർണ്ണമായി ഉരുത്തിരിഞ്ഞ് വരും. അത് ഡിസിഷനായിക്കൊണ്ട് സ്വയം തന്നെയാണ് പുതിയൊരു ജന്മത്തിലേക്കുള്ള എൻട്രിയിലേക്ക് യാത്രയാവുന്നത്. അതുകൊണ്ട് അപ്പോൾ വീണ്ടും ചോദിച്ചിരുന്നു അവരുടെ ആ ഒരു ഹിപ്നോട്ടിസത്തിൻ്റെ പാത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര നാൾ ഈ ഒരു ഓർമ്മയും ഒരു അവസ്ഥയും ഉണ്ടാവുമെന്ന്. കുട്ടിയായിട്ട് ജനിക്കുമ്പോഴും രണ്ടും അവർക്ക് ഓർമ്മയുണ്ടാവും പോലും. അപ്പോൾ അവർക്ക് അറിയാം, അവരുടെ ഉള്ളിനുള്ളിൽ ഫീലിങ്ങിൽ അറിയാൻ പറ്റും ഇവരൊക്കെ ആയിട്ടാണ് എൻ്റെ റിലേഷൻ, ഇന്നതൊക്കെയാണ് ഫീലിംഗ് എന്നൊക്കെ അറിയാത്ത ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങൾ അവർ യാതൊരുവിധ അൺകണ്ടീഷണലായിരിക്കുന്ന സ്നേഹത്തോടുള്ള ചിരി കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റിനും മാപ്പ് ചോദിക്കുകയും പുണ്യത്തിൻ്റെ കണക്ക് നിറയ്ക്കാനുള്ളതായിരിക്കുന്ന സമയം. പക്ഷേ പതുക്കെ പതുക്കെ ഈ ജന്മത്തിലെ മാതാപിതാക്കളുടെ സ്മൃതിയുമായിട്ട് കൂടിച്ചേരുന്നതോടുകൂടി അതെല്ലാം മറക്കുകയും നമ്മൾ നിശ്ചയിച്ച ആ ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എല്ലാം വിധിയാണ്, എല്ലാം നിശ്ചിതമാണ് എന്നൊക്കെ പറയാൻ കാരണം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ സീക്രട്ട് പറഞ്ഞതിൻ്റെ പിന്നിൽ വേറൊരു രഹസ്യം കൂടിയുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് ഈ നിമിഷം വരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. പക്ഷേ ഈ നിമിഷം ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, ഇന്നത്തെ ഈ നിമിഷം എന്ന് പറയുന്നത് ഇന്നലത്തെ ഞാൻ ചെയ്ത കാര്യത്തിന് പെർഫെക്റ്റ് ആയിരിക്കുന്ന സ്ഥിതിയിൽ കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു വിധി വേണം എന്ന് ഞാൻ അന്ന് നിശ്ചയിച്ചത്. ഇന്നത്തെ അത് തിരിച്ചറിയുന്നതോട് കൂടിയിട്ട് അവിടെ നമുക്ക് പൂർണ്ണമായിരിക്കുന്ന ആത്മാവിൻ്റെ ആ ഒരു പരിവർത്തനത്തിന് വേണ്ടി അഥവാ എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന മാറ്റത്തിലൂടെ എൻ്റെ ജീവിതത്തെ മാറ്റിമറയ്ക്കാനും എനിക്ക് സാധിക്കും. അന്ന് നിശ്ചയിച്ചത് ഞാൻ തന്നെയാണ്, ഇന്നും എനിക്ക് നിശ്ചയിക്കാനും സാധിക്കും. ഇനി എന്തൊക്കെ നെഗറ്റീവ് വന്നാലും നെഗറ്റീവിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യാതെ റെസ്പോൺസ് കൊടുത്തുകൊണ്ട്, എന്നുവെച്ചാൽ അർത്ഥം അവരുമായിട്ട് യുദ്ധത്തിന് പോവാതെ പ്രോപ്പറായിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന പ്രതികരണത്തിലൂടെ സാഹചര്യങ്ങളെ നേരിടുകയാണെങ്കിൽ മുജ്ജന്മത്തിൽ ഏത് കണക്കിന് നമുക്ക് അത് ജീവിക്കാനും സാധിക്കും. കാരണം ഇന്നത്തെ പ്രസൻറ്റ് കൂട്ടിച്ചേർത്തിട്ടാണ് നാളത്തെ എൻ്റെ ഫ്യൂച്ചർ ഞാൻ നിശ്ചയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഇതായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ എന്ത് നെഗറ്റീവ് വരുമ്പോഴും അതിനോടൊക്കെ നേരെ പോസിറ്റീവായിരിക്കുന്ന റെസ്പോൺസിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഇന്നിനെ ബെസ്റ്റാക്കി മാറ്റാനും നമുക്ക് ഫ്യൂച്ചറിനെ അത് ഗിഫ്റ്റാക്കി മാറ്റാനും പറ്റും. അതുകൊണ്ട് ഈ സീക്രട്ടിനെ റിയലൈസ് ചെയ്തുകൊണ്ട് നെഗറ്റീവായിരിക്കുന്ന റിയാക്ഷൻസിനെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് റെസ്പോൺസിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.